അരുൺ, കൊങ്കൺ റെയിൽവേയും അതുപോലെ ഡൽഹി മെട്രോയും ഒക്കെ യാഥാർത്ഥ്യമാക്കിയ മെട്രോമാൻ ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണിത്. അപ്പോൾ ഇത് കൂടുതൽ പ്രായോഗികമായിരിക്കും, കൂടുതൽ ചെലവ് കുറഞ്ഞതായിരിക്കും, പരിസ്ഥിതി ദൂഷ്യവും കുറവായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് അശ്വതി. മെട്രോമാൻ്റെ ഭാഗത്തു നിന്ന് ഇതിൻ്റെ DPR തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 9 മാസത്തിനകം തന്നെ DPR തയ്യാറാക്കും എന്നുള്ളതാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. കഴിഞ്ഞ ഒരു 6 മാസം മുൻപാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മെട്രോമാൻ ഇത്തരത്തിൽ ഈ ഒരു അതിവേഗ റെയിൽപാതയുടെ ആവശ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് കത്ത് അയക്കുന്നത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് ഏതായാലും ഈ DPR തയ്യാറാക്കുക എന്നുള്ള ദൗത്യം അദ്ദേഹത്തെ തേടി എത്തിയിരിക്കുകയാണ്. അതിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് മെട്രോമാൻ പറഞ്ഞത്. ഏതായാലും ഈ റെയിൽവേ സംബന്ധിച്ച് അതിവേഗ റെയിൽവേ സംബന്ധിച്ച കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുകയുണ്ടായി വാർത്താ സമ്മേളനത്തിൽ. പ്രധാനമായിട്ടും നമുക്കറിയാം 2009 കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ അതിവേഗ റെയിൽവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനും മറ്റുമൊക്കെ പറയുന്ന സാഹചര്യം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ടെന്ന് വെച്ച് സംസ്ഥാന സർക്കാർ റെയിൽ എന്ന അപ്രായോഗികമായ അല്ലെങ്കിൽ മെട്രോമാൻ തന്നെ അത് പ്രായോഗികമല്ല, അത് പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുമെന്നുൾപ്പെടെ പറഞ്ഞ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര റെയിൽവേ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് റെയിൽവേ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് മെട്രോമാൻ പറയുന്നത്. 2-ാം തീയതി ഓഫീസ് തുറക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ 2-ാം തീയതി ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന റെയിൽ, അതായത് 430 കിലോമീറ്റർ ദൂരം വരുന്ന തിരുവനന്തപുരം മുതൽ ഈ ഒരു ഇവിടം വരെ കണ്ണൂർ വരെയുള്ള ഭാഗത്ത് ഈ ട്രെയിൻ 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും എന്നുള്ളതാണ്. മുൻപ് തയ്യാറാക്കിയ DPR-ൽ 14 സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇനി പുതുതായിട്ട് സമർപ്പിക്കാൻ പോകുന്ന DPR-ൽ 22 സ്റ്റേഷനുകളായിട്ട് ഇത് ഉയർത്തും എന്നുള്ളതാണ് മെട്രോമാൻ പറയുന്നത്. മാത്രമല്ല സ്റ്റേഷനുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം എയർപോർട്ട്, വർക്കല, കൊല്ലം, കൊട്ടാരക്കര, അടൂർ, ചെങ്ങന്നൂർ, കോട്ടയം, എറണാകുളം, ആലുവ, നെടുമ്പാശ്ശേരി, തൃശ്ശൂർ, കുന്നംകുളം, എടപ്പാള്, തിരൂര്, കരിപ്പൂർ, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ എന്നിങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലേതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് മലപ്പുറത്ത് 2 സ്റ്റേഷനുകൾ, മലപ്പുറത്തിലേക്കും അതുപോലെ തന്നെ കരിപ്പൂരിലേക്കും സ്റ്റേഷൻ വരുന്നു എന്നുള്ളതാണ്. ആ ഭാഗത്ത് റെയിൽവേ ലൈൻ ഇല്ല, ആ ഭാഗത്ത് കൂടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നു എന്നുള്ള പ്രത്യേകത ഈ ഒരു DPR-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാസർഗോഡേക്ക് നിലവിൽ ഈ ഒരു റെയിൽവേ സ്റ്റേഷനെ കുറിച്ച് പറയുന്നില്ല, റെയിൽവേ ലൈനിനെ കുറിച്ച് പറയുന്നില്ല. അതിന് കാരണം അവിടെ നിന്ന് 100-150 പേർ മാത്രമേ യാത്ര ചെയ്യാനുള്ളൂ. വേണമെങ്കിൽ അങ്ങോട്ടേക്കും ഇത് നീട്ടാം എന്നുള്ളതാണ് മെട്രോമാൻ പറയുന്നത്. 200 കോടി രൂപയോളം അതിന് ചിലവ് വരും എന്നുള്ളതും പറയുന്നുണ്ട്. ഏതായാലും സമയക്രമങ്ങൾ കൂടെ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് എത്തുന്നതിന് 2.5 മണിക്കൂർ സമയം മതി ഈ അതിവേഗ റെയിൽവേയിൽ എന്നുള്ളതാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3 മണിക്കൂർ 50 മിനിറ്റ് വേണം. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. ഏതായാലും തുടക്കത്തിൽ 8 കോച്ചുകൾ വെച്ചായിരിക്കും 560 യാത്രക്കാർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. 86,000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. അത് 1 ലക്ഷം കോടി രൂപ വരെ ചിലവ് ഉയരാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പദ്ധതിക്കെതിരെ സമരം പാടില്ല എന്നും, കാരണം സമരങ്ങളൊന്നും ഉണ്ടാവാത്ത തരത്തിൽ ഇതൊരു 70% എലവേറ്റഡ് പാതയും 20% തുരങ്ക പാതയും ബാക്കി ഒരു 10 മുതൽ 15% റോഡിലൂടെ മണ്ണിലൂടെയുള്ള പാത, ഈ തരത്തിലാണ് ഇതിൻ്റെ വിഭാവനം ഉണ്ടാവുക എന്നുള്ളതാണ്. പൂർണ്ണമായിട്ടും ഈ തൂണുകളിലും മറ്റുമായതിനാൽ കൂടുതൽ ഈ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഉടമസ്ഥർക്ക് ഭൂമി തിരിച്ചു നൽകാം എന്നുള്ളതാണ്. അതായത് ഒരു നമുക്കറിയാം കേരളയിൽ വരുന്ന സമയത്ത് ഏറ്റവും അധികം സമരങ്ങൾ ഉണ്ടായിരുന്നത് പല ആളുകളുടെയും ഈ കൃഷിഭൂമി നഷ്ടമാവുന്നു, വീടുകൾ നഷ്ടമാവുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു അതിവേഗ റെയിൽവേയിലേക്ക് വരുമ്പോൾ വീടുകൾ അവർക്ക് നഷ്ടമാവില്ല എന്ന് മാത്രമല്ല, ജനവാസ മേഖലയിൽ എത്തുമ്പോൾ ഈ പാത അത് ടണൽ വഴി കടന്നു പോകും. അതുകൊണ്ട് തന്നെ അവർക്ക് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു, വീടുകൾ ഒഴിഞ്ഞു പോവേണ്ട സ്ഥിതി. അത് തന്നെയാണ് 22 സ്റ്റേഷനുകളാണ് ഇനി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പോകാൻ വെറും 3.5 മണിക്കൂർ മാത്രം മതി. കേരളത്തിന്റെ റെയിൽ ട്രാക്കുകളിൽ ഇനി ഗതാഗത വിപ്ലവം എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് കേന്ദ്രത്തിന്റെ ആ സുപ്രധാന പ്രഖ്യാപനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസനും അരുണും.